ഞങ്ങളുടെ മെത്രായോളികൾ പള്ളി നശിപ്പിച്ചാൽ കുഴപ്പമുണ്ടോ? നമ്മുടെ കർത്താവിൻ്റെ കഷ്ടാനുഭവാഴ്ച ഒരു ഉത്സവമാക്കി കച്ചവടമടിച്ച് ഓശാനയും പെസഹാവ്യാഴവും ദുഃഖവെള്ളിയും ഉയർപ്പുമൊക്കെ ആഘോഷിച്ച് ഒരാഴ്ച കഴിഞ്ഞില്ല, അതിനു മുമ്പേ ഞങ്ങളുടെ പള്ളിത്തണ്ടമാർ ക്രൂശിതനായ ക്രിസ്തുവിനെ പൊതുസമൂഹത്തിൽ വീണ്ടും മാനഭംഗപ്പെടുത്തുന്നത് നിങ്ങൾ കാണുക. നോർത്ത് ഇന്ത്യയിൽ ഇവന്മാരുടെ കയ്യിലിരിപ്പ് കൊണ്ട് കയ്യേറിയ സ്ഥലത്തുള്ള ഏതെങ്കിലും ഒരു കുരിശു വെച്ചൊരു ഷെഡ് പൊളിച്ചു കളഞ്ഞാൽ ഞങ്ങളുടെ പള്ളി പൊളിച്ച് ക്രിസ്ത്യാനികളെ ആക്രമിക്കുന്നേ എന്ന് വലിയ വായിൽ കരയുന്ന ഞങ്ങളുടെ കൂദാശ കുർബാന തൊപ്പിത്തൊഴിലാളികളുടെയും അവരുടെ സിൽബന്ധികളായ അടിമക്കുഞ്ഞാടുകളുടെയും വായിൽ ഇപ്പോൾ പിരിവെട്ടിയിരിക്കുകയാണ്. ആത്മീകാചാര്യനായ പോപ്പ് മരിച്ചു കിടക്കുമ്പോൾ ജ്ഞാനായ കത്തോലിക്ക സഭയിലെ കോട്ടയം മെത്രാനും ഒരു കയ്യാൾ പാതിരിയും ചേർന്ന് ജ്ഞാനായ കത്തോലിക്ക വിശ്വാസികളുടെ മലബാറിലെ കുടിയേറ്റത്തിന്റെ പൈതൃകം പേറുന്ന ചരിത്ര സ്മാരകമായ പള്ളി തകർക്കുന്നത് നിങ്ങൾ കാണുക. നിങ്ങൾ ഇനി കാണാൻ പോകുന്നത് തെക്കുംഭാഗ കുടിയേറ്റ ജനത്തിന്റെ മലബാറിലെ ആദ്യത്തെ പള്ളിയായ രാജപുരം ഹോളി ഫാമിലി ഫൊറോന പള്ളി തകർക്കുന്ന ദൃശ്യങ്ങളാണ്. 1962 കൂദാശ ചെയ്ത മലബാറിൽ കുടിയേറിയ ജ്ഞാനായ കത്തോലിക്ക കുടിയേറ്റ ജനതയുടെ ആദ്യ പള്ളി എന്ന നിലയിൽ പ്രശസ്തമായ ചരിത്ര സ്മാരകമായി സംരക്ഷിക്കേണ്ടുന്ന ഒരു ദേവാലയമാണ് ഈ തകർക്കുന്നത്. ആ ദൃശ്യങ്ങൾ നമുക്കൊന്ന് കാണാം. പള്ളി വിളിക്കാൻ വേണം കണ്ടോ. ഈ പള്ളി പൊളിച്ചു പണിയണമെന്നത് കോട്ടയം മരാമത്ത് മെത്രാന്റെയും ഇടവക പാതിരിയുടെയും രഹസ്യ അജണ്ടയായിരുന്നു. 80% വിശ്വാസികളും ഈ പള്ളി പൊളിച്ച് മറ്റൊന്ന് പണിയുന്നതിന് എതിരായിരുന്നു. അതിരൂപത അധ്യക്ഷനായ മൂലക്കാട്ട് മെത്രാനും സംഘത്തിനും പള്ളി പൊളിച്ച് പണിയണമെന്ന വാശിമൂത്തപ്പോൾ വിഷയം കോടതിയിലെത്തി. കോടതി നടപടിയിൽ കുരുങ്ങിക്കിടന്ന പള്ളി ഇക്കഴിഞ്ഞ ഞായറാഴ്ച കുർബാനയും ആണ്ടുതിരിട്ട് പാസാക്കുന്ന പൊതുയോഗവും നടത്തി കണക്ക് പാസാക്കി മെത്രാന് കൊടുക്കുവാനുള്ള തുകയും നിശ്ചയിച്ച് ഇടവക്കാർ പിരിഞ്ഞു. ഉടൻ 4 സൈഡിലും JCB വന്ന് നിമിഷ നേരം കൊണ്ട് പള്ളി പൊളിച്ച് സ്ഥലം നിരപ്പാക്കി. അവസാനം പള്ളിയുടെ മുഖവാരം കുരിശോടുകൂടി നിലംപൊത്തുന്ന ആ കാഴ്ച കണ്ട് പാതിരി കൊടുകൂടെ ചിരിച്ചു. ഉത്തരേന്ത്യയിൽ കുരിശോടുകൂടിയ ഓലക്കെട്ടിടം എതിരാളികൾ പൊളിക്കുമ്പോൾ അതിൽ വികാരം കൊള്ളുന്ന മതവാദികൾ എവിടെ പോയോ എന്തോ. മെത്രായോളികൾ പള്ളി തകർത്താൽ കുഴപ്പമില്ല പോലും, തള്ള ചവിട്ടിയാൽ പിള്ളയ്ക്ക് കേടില്ല എന്ന് കേട്ടിട്ടില്ലേ? ഏതാണ്ട് അതുപോലെ. എന്താണ് സംഭവിച്ചതെന്ന് ജ്ഞാനായ കത്തോലിക്ക സഭാംഗമായ തോമസ് അച്ചായൻ പറയുന്നത് കേൾക്കുക. ഞാൻ I2 ന്യൂസിലെ സുനിലായിരുന്നേ. അച്ഛന്റെ പേരെന്തുവാ? എന്റെ പേര് തോമസ്. നമ്മുടെ ആ പള്ളി നടന്ന സംഭവം എന്താണെന്ന് അറിയാൻ വേണ്ടി വിളിച്ചായിരുന്നു ഞാൻ. പള്ളി രാജപുരത്തത് പൊളിച്ചു കളഞ്ഞില്ലേ? ചുരുക്കത്തിലൊന്ന് പറയാമോ, എന്താ സംഭവിച്ചത്? എന്തുവായിരുന്നു അവിടെ പള്ളിയിൽ ഇങ്ങനെ പള്ളി പൊളിക്കാൻ തീരുമാനം ഉണ്ടായിരുന്നു? എന്തുവായിരുന്നു ഇടവക്കാരുടെ തീരുമാനം? എന്താ നടന്നതെന്ന് ചുരുക്കത്തിൽ ഒന്ന് പറയാമോ? അതായത് ഇത് കുടിയേറ്റ ദേവാലയമാണ്. കുടിയേറ്റ ദേവാലയം എന്ന് പറഞ്ഞാൽ ഈ കനാനായക്കാരുടെ ഇവിടെയുള്ള ആൾക്കാർക്ക് സാമ്പത്തിക ശേഷി ഇല്ലാത്തവർക്ക് അന്ന് 1930 കാലഘട്ടത്തില് ഇവിടെ കണ്ടോത്ത് ജോസഫ് എന്ന് പറഞ്ഞ ഒരു പ്രൊഫസർ ഉണ്ടായിരുന്നു, ഒരു കണ്ടോത്ത് പ്രൊഫസർ. ആ പ്രൊഫസർ മുൻകൈ എടുത്ത് അവിടെ പോയി രാജപുരം ഈ കണ്ണൂർ സൈഡിലൊക്കെ പോയി അവിടെ സ്ഥലങ്ങളെല്ലാം അങ്ങനെ മേടിച്ച് ഇവർക്ക് ഇവിടുത്തെ ഈ ബസ്സമില്ലാത്തവർക്കെല്ലാം താമസിക്കാൻ കൊടുത്തു. അങ്ങനെ അവിടെ 2 കോളനി ഉണ്ടാക്കി. ആ 2 കോളനി ഉണ്ടാക്കി. അപ്പൊ അങ്ങേർക്ക് പൈസ ഇവിടുന്ന് ഉണ്ടായെന്ന് ചോദിച്ചാൽ അങ്ങേര് ഈ കണക്കിന്റെ ഗ്രാമറോ അങ്ങനെ സ്വന്തം എഴുതി അത് ഇറ്റലിക്കാർക്ക് വിറ്റ് അങ്ങർക്ക് നല്ലൊരു തുക അന്നത്തെ കാലത്ത് കിട്ടി. ഗ്രാമർ പുസ്തകം അച്ചടിച്ച് വിറ്റപ്പോൾ ഇവർക്ക് നല്ല പൈസ കിട്ടി. ഇങ്ങനെ രൂപതര ശൗര്യസ്ഥാനമുള്ള ഒരു പ്രൊഫസറായിരുന്നു. അങ്ങനെ അവിടെ പോയി 2 കോളനി ഉണ്ടാക്കി. രാജപുരം കോളനിയും പിന്നെ റാണിപുരം കോളനി, അങ്ങനെ 2 കോളനി ഉണ്ടാക്കി. ഇവിടുത്തെ ആൾക്കാരെ എല്ലാവരും കൊണ്ട് കുടിയേറ്റ് പാർപ്പിച്ചു. അങ്ങനെ ഈ കുടിയേറ്റ് താമസിച്ച ഒരാൾ കൂടി ഉണ്ടാക്കിയ ഒരു ദേവാലയമാണ് ആദ്യമായിട്ട് ഉണ്ടാക്കിയത്. കത്തോലിക്കർക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കിയത് ദേവാലയമാണോ? അതെ 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 അതെ. മലബാറിൽ അവർക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കിയ ദേവാലയം. അപ്പൊ ഇപ്പൊ ഈ ദേവാലയം അന്നത്തെ കാലത്ത് എല്ലാം നല്ല കരിങ്കല്ലുകൊണ്ട് നല്ല രീതിയിൽ ഉണ്ടാക്കിയ ദേവാലയം. തുർക്കി കൊണ്ടുണ്ടാക്കിയതാണോ?
അത് ആയിരിക്കും അന്നത്തെ കാലത്ത് സൂക്ഷിക്കൊണ്ടൊക്കെ ഉണ്ടാക്കിയായിരിക്കും, എനിക്കറിയത്തില്ല. പക്ഷെ നല്ല ബലവത്തായിട്ടുള്ള ദേവാലയമായിരുന്നു. ഇപ്പൊ ഞങ്ങൾ എന്റെ ഇടവപ്പള്ളി അതിലും പഴക്കമുള്ള ദേവാലയം ചുക്കുംപള്ളി. അപ്പൊ കരിമ്പുല് മൊത്തം കരിമ്പുല്ലുകൊണ്ട് പണിത ദേവാലയമായിരുന്നു അത്, പുറമ്പിറ്റിയൊക്കെ. അപ്പൊ ഇപ്പോഴത്തെ രൂപതാധ്യക്ഷന് ശ്രീറാമലബാർ സഭയോടാണ് ഭയങ്കര താല്പര്യം. അപ്പൊ അങ്ങർക്ക് ഇത് ആ പള്ളി പൊളിച്ചു കളഞ്ഞാൽ ശ്രീറാമലബാർ സഭയുടെ പള്ളി അവിടെയുണ്ട്. അപ്പൊ അതാണ് ആദ്യം വന്ന പള്ളി എന്ന് അറിയിക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഈ പള്ളി പൊളിച്ചു കളഞ്ഞത്. അപ്പൊ ഈ പള്ളിയുടെ പ്രസക്തി നഷ്ടപ്പെടുത്തണം, നിങ്ങളുടെ പൈതൃകം ഇല്ലാതാക്കണം. അത് തന്നെ ഉദ്ദേശം. അതിനുവേണ്ടിയാണ് ഈ പള്ളി നശിപ്പിച്ചത്. അപ്പൊ ഈ പള്ളിയോട് നിലനിർത്തിക്കൊണ്ട് വേറെ പണിയാൻ സ്ഥലമുണ്ട്, പക്ഷെ അതൊരു അവിടെ പണിയില്ല. ഇത് പൊളിക്കുന്ന നിർബന്ധം ഇവർക്ക്. ഇത് സീറോ മലബാർ സഭയ്ക്കാണ് അവിടെ മുൻതൂക്കം വരുത്തണം. അതിനു വേണ്ടിയിട്ടാണ് ഈ മെത്രാൻ കിടന്ന് കളിക്കുന്നത്. ഇടവക്കാരുടെ ഒരു താല്പര്യം എന്തായിരുന്നു? ഇതിപ്പോ എത്ര ശതമാനം ആളുകൾക്ക് ഇത് പൊളിക്കരുതെന്നായിരുന്നു താല്പര്യം? എന്തോ സംഭവിച്ചെന്താ? ഇടവക്കാർക്ക് ഇത് കുടിയേറ്റ ദേവാലയമാണ്, പൊളിക്കരുതെന്ന് പറയുന്നത് അവര് കേസ് കൊടുത്ത് അവർ കോടതിയിൽ സ്റ്റേ മേടിച്ചായിരുന്നു. അവർ കോടതിയിൽ സ്റ്റേ മേടിച്ച് ഇത് നിൽക്കുമായിരുന്നു. അങ്ങനെ സ്റ്റേ നിന്ന സമയത്ത് ഇവര് പള്ളി പൊളിക്കാന്ന് പറഞ്ഞിട്ടല്ല ഇവര് കൊടുത്തത്. ഞങ്ങൾക്ക് പള്ളി മെയിൻ്റെനൻസ് ചെയ്യണമെന്നും പറഞ്ഞാണ് ഇവർ സാങ്ഷൻ മേടിച്ചത്. എന്നിട്ടാണ് ഇവർ പള്ളി പൊളിക്കാൻ ശ്രമിച്ചത്. പള്ളി മെയിൻ്റെനൻസ് ചെയ്യണമെന്നും പറഞ്ഞാണ് മെയിൻ്റെനൻസ് സാങ്ഷൻ മേടിച്ചത്. എന്നിട്ട് പള്ളി പൊളിക്കാൻ ശ്രമിച്ചപ്പോൾ ഇടവക്കാർ കേസ് കൊടുത്ത് അവിടെ സത്യാഗ്രഹം പള്ളി വിരുദ്ധ സത്യാഗ്രഹം ഇരുന്ന് പൊളിക്കാണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഇപ്പൊ ഇരിക്കുന്ന ഈ അരീത്തറയാസനെ അങ്ങോട്ട് പറഞ്ഞു വിട്ടത്, പൊളിക്കാൻ വേണ്ടി അങ്ങോട്ട് അയച്ചത് ജോസ് അരീത്തറ. അയാൾ ഇതിനു മുമ്പ് ചുക്കമ്പള്ളി വികാരിയായിരുന്നു. അപ്പൊ അവിടെ ചെന്നു അയാള് കുറെ പെണ്ണുങ്ങളെ കയ്യിലെടുത്ത് കുത്തിത്തിരിപ്പുണ്ടാക്കി. ഇയാൾ വന്ന് പള്ളിയിലെ ഗ്രൂപ്പ് ഉണ്ടാക്കി കുത്തിത്തിരിപ്പുണ്ടാക്കി അയാൾ കുറെ പെണ്ണുങ്ങളെ കയ്യിലെടുത്തു. പിന്നെ കുറെ ആത്മവിശ്വാസികളെ കയ്യിലെടുത്തു. പിന്നെ ഇയാളുടെ കൂടെ നിൽക്കുന്നവർക്ക് സ്ഥാനമാനങ്ങളും വാരിക്കൊടുത്ത് അവര് ഒരു കമ്മിറ്റി ഉണ്ടാക്കി. ഇയാള് ഞായറാഴ്ച ഇന്നലെ ഞായറാഴ്ച പള്ളിയിൽ നിന്ന് അറിയിക്കാണ്ട് രഹസ്യമായിട്ട് പോലീസുകാർക്കൊക്കെ കാശ് വാരി എറിഞ്ഞു കൊടുത്ത് ആകെ രൂപത നേതൃത്വം അവിടുത്തെ സഹായമാത്രാനെ കൂടി കാശ് വാരി എറിഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇത് ആരും അറിയാണ്ട് പൊളിക്കുകയായിരുന്നു. അതായത് ഞായറാഴ്ച കുർബാന കഴിഞ്ഞ് നിമിഷ നേരം കൊണ്ട് പള്ളി ഇടിച്ച് തകർത്ത് പൊളിച്ചു കളഞ്ഞു. ഞായറാഴ്ച കുർബാന കഴിഞ്ഞ് എല്ലാവരും വീട്ടിൽ പോയി കഴിഞ്ഞപ്പം രണ്ട് ക്രെയിനും JCB ഒക്കെ കൊണ്ടുവന്ന് പരിപാടി പൊളിച്ചു കളഞ്ഞു. ആ സമയത്ത് അതിന്റെ ഒരു 5-6 ഇന്നത്തെ നിലയ്ക്ക് ഒരു 10 ലക്ഷം രൂപ ഓട് സ്റ്റീലും നല്ല തടികളും ഉരുപ്പടികളൊക്കെ ഉണ്ടായിരുന്നു. ആ കഴിച്ച് പാമ്പും കൊടുക്കാതെ അവർക്ക് പെരങ്ങളും പിടിയായിരുന്നു. അതെല്ലാം ഇടിച്ച് പൊളിച്ച് നശിപ്പിച്ച് പൊടിയൊക്കെ കളഞ്ഞു മുഴുവൻ. ഇതൊരു അതായത് ഒരു ചരിത്ര സ്മാരകമാക്കാൻ പറ്റാവുന്ന ഒരു പൈതൃക ദേവാലയമല്ലായിരുന്നു ഇത്? ആയിരുന്നു. അത് നശിപ്പിക്കാൻ അത് ഇല്ലാണ്ടാക്കാൻ വേണ്ടിയാണ് ഈ പണി ചെയ്തത്. അന്നേരം ഒരു വിശ്വാസികളുടെ നിലപാടെന്തോ ഇനി? വിശ്വാസികൾ അതിനെതിരായിട്ടാണ് ഇപ്പം ഓരോ വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ ഇവർക്കെതിരായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ. ഇനി ഭൂരിഭാഗം ഇടവങ്ങളെയും വഞ്ചിച്ച് അവരറിയാതെ അവർ കുർബാന കഴിഞ്ഞ് അവർ വീട്ടിൽ പോയപ്പോൾ വിശ്വാസികളുടെ അഭിമാനമായിരുന്ന പൗരാണിക ദേവാലയം തകർത്ത് കളഞ്ഞത് കണ്ട് ചങ്കുപൊട്ടിയ രാജപുരം ഇടവാംഗമായ ഷാജി എന്ന വിശ്വാസി ഇടവക വികാരിയായ പാതിരിയെ വിളിച്ച് സംസാരിക്കുന്നത് നിങ്ങൾ കേൾക്കുക. അതുവരെ അഭിവന്ധ്യ അച്ചോ അച്ചോ എന്ന് വിളിച്ചവരാണ് ഈ സംസാരിക്കുന്നത് എന്നോർക്കണം. പാതിരിയെ വിളിച്ച തെറി ഞങ്ങൾക്ക് കേൾപ്പിക്കണമെന്ന ആഗ്രഹമുണ്ടെങ്കിലും കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ പാലിക്കുവാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ്. അതുകൊണ്ട് ആ ഭാഗങ്ങൾ ഞങ്ങൾ ബീപ്പ് ചെയ്യുന്നു, ക്ഷമിക്കുക. ഹലോ, അരിച്ചെടുത്തല്ലേ? അതെ. ഒത്തിരി താങ്ക്സ് പറയാൻ വേണ്ടി എത്താ വിളിച്ചത്. ആരാ? ഷാജി ചാരാത്തെന്ന് പറയും. ഷാജി രാവിലെ തന്റെ വായിൽ എന്നോട് ഉതളങ്ങാൻ കയറ്റി വെച്ചിരിക്കണോ? തനിക്ക് രാവിലെ പറഞ്ഞുകൂടാ പള്ളി വിളിക്കുന്നു? ഏതാ? രാവിലെ അങ്ങനെ ഒരു തീരുമാനം എടുത്തിരുന്നില്ല. താനെന്ന് പോയി പണിയോ? തന്റെ കയ്യിലെ കളിയാടോ? തന്നെ ഞാൻ സ്നേഹിച്ചു, ആത്മാർദ്ദ സ്നേഹിച്ചു. താൻ കത്തനാരോടോ? കള്ള കത്തനാര്. താൻ കത്തനാരോടോ? തന്നെ പറഞ്ഞ പറ്റിക്ക്. താൻ എന്ന് ഷാജിന്ന് വിളിക്കണ്ടോ? താൻ തന്തൊക്കെ പറഞ്ഞോ? താൻ പറഞ്ഞേ പറ്റൂ. തനിക്കൊന്ന് ഒരു വിടവാങ്ങ ഖുർആൻ ചൊല്ലിട്ട് പള്ളി പൊളിച്ചു വിടണോ പട്ടി? തനിക്ക് ഖുർആൻ നീ അച്ഛനാണോ? ഷാജി, നീ ഇമോഷണൽ ആകാതെ നീ ഒന്ന് ശാന്തമായിട്ട് കേൾക്ക്. രാവിലെ ആ സമയത്ത് ഇത് പൊളിക്കാൻ തീരുമാനമില്ലായിരുന്നു. ഷാജിയുടെ വികാരം എനിക്ക് മനസ്സിലാകും. പക്ഷേ ആ സമയത്ത് ഇങ്ങനൊരു തീരുമാനം ഇല്ലായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഇവരുടെ നിർമ്മാണ കമ്മിറ്റി കൂടുന്നത്. അതുകൊണ്ട് ഷാജി അതെന്നെ തെറ്റിദ്ധരിക്കരുത്. എനിക്കൊന്നും നിർമ്മാണ കമ്മിറ്റി കൂടുവാന്ന് പള്ളി വിളിച്ചു പറഞ്ഞായിരുന്നോ? അത് ഞാനല്ലല്ലോ നിർമ്മാണ കമ്മിറ്റി വിളിക്കുന്നത്. അല്ല, അതിന്റെ പരമാവധി അധ്യക്ഷൻ വിചാരിച്ചിട്ടാണോ? ഷാജി ഇമോഷണൽ ആകരുത്. എന്റെ വികാരോ തല്ലി തകർത്ത് ഞാൻ കൊലപാതകമായി തന്നെ വരാത്തറിയോ?
ഷാജി ഞാൻ ഇതുവരെ തന്നെ സ്നേഹിച്ചോളൂ. ഷാജി ഞാൻ ഒരു വൈകിയാണ് പറഞ്ഞത്. പ്രായിക്കോ, ഞാൻ മുടിഞ്ഞു വേണ്ടത് പ്രായിക്കോളാം. എന്നാൽ എനിക്ക് പ്രശ്നം ഇല്ല, അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. തനിക്കൊരു കൃതജ്ഞത ബലി അർപ്പിക്കുന്നില്ല പള്ളിയിൽ. താനാണ് വിചാരി എടുത്തേ. ഷാജിയുടെ ഇമോഷൻസ് എനിക്ക് മനസ്സിലാകും. എന്റെ ഇമോഷൻ താൻ മനസ്സിലാക്കി മറ്റോട്ട് പാട്ടി നീ പറഞ്ഞ ഷാജി വെറുതെ ഇങ്ങനെ നമ്മളിങ്ങനെ ഇമോഷൻ ആകാതെ എന്റെ വികാരസ്ഥാനെന്നുള്ള കള്ളക്കത്തേർ തണ്ടി ചേർത്ത് തനിക്കെന്താണ് ഞാൻ ഒരു കൃതജ്ഞത ബലി അർപ്പിച്ച പള്ളിക്ക് ഇത്രയും പേരുടെ ഒരു കൃതജ്ഞത ബലി അർപ്പിച്ചേ. കള്ളം മനോപള്ളി തട്ടി നടന്നു തന്റെ അറിവില്ല തണ്ടി എടുക്കോ. ഷാജി ഞാൻ ഇതിന്റെ വിശദമായിട്ട് ഷാജിയോട് ഞാൻ പറയാം. കാരണം എന്റെ ഭാഗത്തു നിന്ന് യാതൊരുവിധ തെറ്റും അതിനകത്ത് വന്നിട്ടില്ല. കാരണം ഇതിന്റെ ഇല്ല ഞാൻ ഷാജിയോട് ആയിക്കൊള്ളട്ടെ. ഞാൻ പറഞ്ഞു എന്താണെന്ന് ചോദിച്ചെന്നാല് ഈ രാവിലെ പറയാൻ പറ്റിയില്ല എന്ന് പറയുന്നത് ആ സമയത്ത് ഈ ഒരു തീരുമാനം എടുത്തിരുന്നില്ല. അതുകൊണ്ടാണ്. തന്നോട് കരഞ്ഞ് ഞാൻ ചോദിച്ചിട്ടോ വികാരി, തനിക്കൊരു കൃതജ്ഞത ബലി അർപ്പിച്ചിട്ട് പള്ളി പൊളിച്ചുകൂടോ മനുഷ്യ? താൻ ഏത് നരകത്തിൽ പോയി ചാവൂടോ? ഒരു കൃതജ്ഞത ബലി അവിടെ പൊളിക്കാൻ നിൽക്കുന്ന തന്തൻ തള്ള എല്ലാം മരിച്ച് അടക്കിയ പള്ളിയല്ലോ അത്. അതിനെ ഒന്ന് പൂതാശ കർമ്മം ചെയ്യാൻ ഒരു കൃതജ്ഞത ബലി അർപ്പിക്കാൻ ഒരു സാഹചര്യം കൊടുത്തില്ലടോ താൻ. താനെ വെള്ളത്തിൽ മുങ്ങി ആ ശൈലിയെ കൊന്നപോലെ കൊന്നില്ലടോ ഈ പള്ളിയിൽ താൻ. ഷാജി, ഇത് എന്റെ തീരുമാനമല്ല. ഇത് ഇവിടുത്തെ ഇടവകയുടെ തീരുമാനം. ഞാൻ കയറിയിട്ട് ആ കുർബാനയല്ലേ താനും പറയാം. എന്റെ അധികാരം എന്ന് പറയുള്ളൂ. ഇല്ല ഷാജി ഇതിനകത്ത് ഇപ്പോഴേ ഷാജിയെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഷാജിയെ മനസ്സിലാക്കും. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ ഒരു കാര്യത്തിൽ ഷാജിയെ അങ്ങേയറ്റം ഞാൻ എന്റെ വികാരം എനിക്കറിയാം. ഞാൻ തന്റെ മുമ്പിൽ ഞാൻ നിങ്ങളുടെ എന്റെ കാര്യം കത്തിയാൽ കുത്തി കൊന്നിട്ട് ഞാൻ ഇത് നടക്കേണ്ടിയിരുന്നു. അങ്ങനെ എന്റെ വികാരം എന്റെ മനസ്സോട്ട് ഞാൻ ഇത് വിട്ടു പോകണോ? എനിക്ക് പള്ളിയും വേണ്ട പച്ചാട് വിട്ടു. ഒരു വിശ്വാസം തല്ലി തകർത്ത് താനൊക്കെ ഇടവുകാരായിട്ട് എന്ത് നേടാനാണോ? ഇനി താൻ എന്തോ മൈലാക്കിയാലും മറ്റേ ഞാൻ ഇടവേലയ്ക്കില്ല ഒരു മയത്തരത്തിലോ. ഷാജി പറയുന്നതിൽ ഒന്നും ഞാനൊരു നെഗറ്റീവ് ഷാജിയോട് ഞാനിപ്പോ പറയുന്നില്ല. പറയാത്തത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ വിഷമം ഉണ്ടെന്നുള്ളത് എനിക്കറിയാം. അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് ഷാജി ഇങ്ങനെയൊക്കെ പറയുമ്പോഴും ഞാൻ ഷാജിയോട് അങ്ങേയറ്റ സൗമ്യമായിട്ട് പറയുന്നത്. ഷാജി, ഇത് ഓരോ സാഹചര്യങ്ങൾ നമ്മൾ ഉൾക്കൊള്ളണം. ആ ഉൾക്കൊള്ളുവല്ല. ഞാൻ എന്റെ വികാരം നിർത്തി പറയാം. നിങ്ങൾ കാണിച്ച തെണ്ടിത്തെറി നെറുകേടുപാട്. നിങ്ങൾക്കൊരു കൃതജ്ഞത ബലി അർപ്പിച്ചുകൂടെ? നാളെ രാവിലെ പള്ളി പൊളിച്ചാട്ടെ. നിങ്ങളുടെ രഹസ്യമായിട്ട് കൃതജ്ഞത ബലിയ പള്ളി കൊടുത്തുവിടണോ? താൻ ഏത് മറ്റേ കത്തനാരാണോ? താൻ ഇത്രയും പോലെ സേവനം ചെയ്യല്ലോ പള്ളിയിൽ. ഷാജിയുടെ വിഷമം എനിക്ക് മനസ്സിലാകും. പക്ഷേ ഷാജി അല്പം കൊണ്ട് ശാന്തനായിട്ട് ഒരു ശാന്തനാകാൻ ഞാനില്ല. ഞാൻ ഇനി പള്ളി ക്രൈസ്തവനായിട്ട് ഞാനില്ലടോ. ഞാൻ എല്ലാം മാപ്പിളിയോ എല്ലാം ഹിന്ദുവായിട്ട് ജീവിച്ചോളാം. തന്റെയൊക്കെ എന്റെ വികാരം മനപ്പെടുത്തി താനൊക്കെ സ്വർഗത്തിൽ പോയിട്ട് ഞാൻ ആ പള്ളിയിൽ പ്രാർത്ഥിച്ചു എനിക്ക് വേണ്ടി. തന്നെയൊക്കെ ഞാൻ അച്ഛാന്ന് വിളിച്ചത് എന്റെ ചങ്ക് തടഞ്ഞ ഞാൻ ഇന്നും കൂടെ പറഞ്ഞു. ഹരീശ്വരത്തിന് അങ്ങോട്ട് ഇഷ്ടമാണ്. ഞാൻ എന്നിട്ട് ആ പൊതുയോഗത്തിൽ വന്ന് പറഞ്ഞു അച്ഛാ മറ്റേ ഒപ്പിടർന്ന് പറഞ്ഞത് കേട്ടില്ലേ? അത് കേട്ട് അച്ഛൻ ചെയ്തില്ലേ? അത്ര പേരും ഞാൻ പൊതുയോഗത്തിൽ സ്നേഹിച്ചതാ. നിങ്ങളെ കാണിച്ചതുണ്ടല്ലോ. നിങ്ങൾക്ക് ആ പള്ളിയിൽ ഒരു കുർബാന കൂടാനുള്ള സാഹചര്യം ഒരുക്കായിരുന്നു. എന്നിട്ട് നിങ്ങൾ പൊളിച്ചോ? ഞങ്ങൾ ബലം പറയുക ഞങ്ങളുടെ കൈക്കാരാണ് തെരഞ്ഞെടുക്കാൻ ആളില്ല, ഞങ്ങൾ വരുന്നില്ല, ഒരു കമ്മിറ്റിയിലേക്ക് വരുന്നില്ല, ഒന്നില്ല. നിങ്ങളുടെ ആകുലതകളാണ് അതൊക്കെ, നിങ്ങളുടെ ആകുലതകൾ. പക്ഷെ നിങ്ങൾ കാണിച്ചതുണ്ടല്ലോ നെറുകേട്. ആ പണ്ടാർശ്ശേരി ഉണ്ട്, അവനായി ഞാൻ കറക്കാർ എനിക്കറിയാം. അവനെ മെത്രാന്ന് ഞാൻ കാണില്ല. അവനെ വരട്ടെ ഇങ്ങോട്ട്. എനിക്ക് ചെയ്യാലോ, ഒറ്റയ്ക്ക് ചെയ്യാലോ. ഞാനൊരു കൊലപാതകയാലും എനിക്ക് എന്റെ പിള്ളേരെ പ്രാപ്തരായെന്നേ. എനിക്ക് സഭ എല്ലാവരും അംഗീകരിക്കും എന്നെ. ഇല്ലെന്ന് ഷാജി, നീ അങ്ങനെ ഇമോഷണൽ ആകരുത്. ഞാൻ അവിടെ എങ്ങാനും വന്നെങ്കിൽ അരീച്ചത് എന്റെ മുമ്പിലെങ്ങാനും പെട്ടുപോയെങ്കിൽ ഞാൻ കാര്യം പറഞ്ഞേക്കാം. വേണ്ട, നമുക്ക് ആ ഒരു സിറ്റുവേഷൻ ഒഴിവാക്കാം. ഉണ്ട്, എന്റെ മനസ്സിന് വികാരം ഒരിക്കലും തീരൂല. ഇന്നലെ വന്ന ചേർത്ത കുറെ എടോ താൻ ചെയ്ത് തന്നെയൊക്കെ അച്ഛനെ വിളിക്കാൻ എനിക്ക് നാവിന് പിടിക്കുള്ളൂ. ഇല്ല ഷാജി, അതിനകത്ത് ഷാജി ഇപ്പോഴെടുക്കുന്ന ആ ഒരു വികാരം എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റും. പക്ഷേ ഇത് ഒരു സാഹചര്യത്തിൽ തന്നോട് ഞാൻ കാര്യം ചോദിക്കട്ടെ, താൻ ഇടവകയുടെ പരമാധികാരിയല്ലേ? ഇടവകയുടെ പരമാധികാരി താനല്ലോ. ഞാൻ തനിക്കത് പറഞ്ഞോടെ ഒരു കൃതജ്ഞതാ ബലി അർപ്പിക്കും. 3 മണിക്കെങ്കിലും താനൊരു കൃതജ്ഞതാ ബലി അർപ്പിച്ചിട്ട് ഒരു ബലി അർപ്പിച്ചോടെ? നിങ്ങൾക്ക് ഒരു പള്ളിക്ക് ഒരു കൃതജ്ഞതാ ബലി കൊടുത്തൂടെ? അതുപോലെ തനിക്കുണ്ടാണോ? തന്നെ നാക്ക് പൊങ്ങിയോടൂ പറയാനുള്ളത്. ഇനി രാജപുരം ഇടവകയിലെ ഒരു പെണ്ണ് ചേച്ചിയുടെ ഓഡിയോ കേൾക്കുക.
പള്ളി തകർക്കുന്ന ആ നയനമനോഹരമായ കാഴ്ചയ്ക്ക് സാക്ഷിയാകുവാൻ. നാളെ കേസ് വരുമ്പോൾ അത് പാതിരിയുടെ തലയിലാകാതിരിക്കാൻ ദൃക്സാക്ഷിയായി മാറേണ്ടുന്ന ഒരു അടിമയാണ് ഈ അമ്മാമ്മ. അമ്മാമ്മയുടെ ആ വർണ്ണന കേൾക്കുക. പെണ്ണു ചേച്ചിയാണ് പൊളിച്ചത് കേട്ടോ. നിങ്ങൾ ആരും ബേജാറാകണ്ട. ഞങ്ങൾ പൊളിക്കുന്നതിനോട് കൂടി കുർബാന ചെല്ലേണ്ട സൗകര്യങ്ങൾ ഒരുക്കി 1 മണിക്ക് തുടങ്ങി 4 മണി ആയപ്പോഴത്തേനും എല്ലാം പൊടി പൂര തരിശാക്കി. അതിനോടൊരു പൊടിയായിട്ട് അവിടെ നിൽക്കാൻ പറ്റായിരുന്നു. പക്ഷെ അന്നായിരുന്നു നല്ല അന്തസ്സായ മഴയും വന്നു, ഇടിയും മഴയും. അതുകൊണ്ട് പൊടിയെല്ലാം ഒതുങ്ങി ഞങ്ങൾ നല്ല സൂപ്പറാക്കി ആ സ്ഥലം ഗ്രൗണ്ട് പോലെ ആക്കി ഇട്ടിട്ട് ഞങ്ങളെല്ലാവരും വീടുകളിൽ പോന്നു. എന്നെ 1 മണിയായപ്പോൾ എനിക്കൊരു കോള് വന്നു. അച്ഛൻ എന്നെ വിളിച്ചു, പെൺചേച്ചി ഇവിടെ ഒരു മീറ്റിംഗ് ഉണ്ട്, പെൺചേച്ചി ഒന്ന് വരണം ഇവിടം വരെ, ആരോടും പറയരുത്, ആരോടും പറയണ്ട, പെൺചേച്ചി ഇവിടം വരെ വരണം എന്ന് പറഞ്ഞു. ഞങ്ങൾക്കൊരു ആദ്യ കുർബാന ഉണ്ടായിരുന്നു പൈനിക്കര ഓഡിറ്റോറിയത്തിൽ. ആദ്യ കുർബാന ഞാൻ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞായിരുന്നു ഞങ്ങൾ. അപ്പം അങ്ങനെ എന്ന് കഴിഞ്ഞപ്പം അച്ഛൻ എന്നോട് അങ്ങനെ വിളിച്ച് പറഞ്ഞു ആരോടും പറയണ്ടെന്ന് പറഞ്ഞു. ഞാനോടത്ത് ഞാൻ 2-3 ദിവസം മുമ്പേ ഞാൻ ഇതിനെപ്പറ്റി കുറേ അച്ഛനോട് മീറ്റിംഗ് കൂടിയായിരുന്നേ. അപ്പം അച്ഛൻ്റെ ട്രാൻസ്ഫറൊക്കെ ആണല്ലോ, അങ്ങനെ എന്നാൽ പിന്നെ വല്ല മീറ്റിംഗ് ആയിരിക്കും എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കെട്ടിയം കൊണ്ട് പള്ളിമുറ്റത്തോട്ട് കൊണ്ട് ഇറക്കം കൊണ്ടാ. ഞങ്ങളെല്ലാം ഓടും മുക്കളും എടുത്ത് എറിയടാ. ഞങ്ങൾ വിചാരിച്ചു ഇതെന്തൊരു ഇടപാടാ, നോക്കൂ ഓടും മുഴുവൻ താഴെ കിടക്കണുണ്ട്, വലിച്ചെറിയോ ഇത്. ഓടൊന്നും സൂക്ഷിക്കാൻ എടുത്തില്ല, ചടുപൂടാന്ന് എല്ലാം കഴിഞ്ഞു. അങ്ങനെ എടുത്ത് എറിയുന്നുണ്ട്. അപ്പം ഞാൻ മേന്ന് അച്ഛൻ്റെ അടുത്ത് അച്ഛൻ പറഞ്ഞു പെൺചേച്ചി ഈ കസേരയിൽ ഇവിടെ ഇരിക്കാൻ പറഞ്ഞു. പെൺചേച്ചി ഇവിടെ ഇരുന്നു, പെൺചേച്ചി ഒന്നും അനങ്ങണ്ടെന്ന് പറഞ്ഞു. ഞാനവിടെ തന്നെ അച്ഛൻ്റെ കസേര കൊത്തിയിരുന്നു. അങ്ങനെ അച്ഛൻ അങ്ങനെ KCWക്കാർ മൊത്തം എല്ലാ പെണ്ണുങ്ങളെയും വിളിച്ചിരുന്നു. എല്ലാവരും പള്ളിയിലെത്തി. KCCക്കാരും KCW, KCYയിൽ, മിഷനിലെ പിള്ളേർ, കൊച്ചു പിച്ച്, കാരണം എല്ലാവരും എത്തി. എല്ലാവരും രഹസ്യമായിട്ട് ഇങ്ങനെ വിളിച്ചു വരുത്തിക്കൊണ്ട് പുറത്താരും അറിഞ്ഞില്ല, എതിർ പാർട്ടികൾ ആരും അറിഞ്ഞില്ല. അവസാനം ആരോ വന്നപ്പോൾ ആരോ ഒരു ഫോട്ടോ എടുത്ത് പുറത്തേക്ക് ഇട്ടു. അന്നേരമാണ് ഇവരെല്ലാവരും അറിയുന്നത്. അറിഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ അവരവിടെ അഴക്കാണ്ട് വന്ന് അവരുടെ ടീം വന്ന് ഫോട്ടോ എടുത്തിട്ട് പോയി. ആരും മിണ്ടാൻ നിന്നില്ല, മിണ്ടാൻ പറ്റിയില്ല. ഇന്ന് ഞായറാഴ്ചയല്ലേ, വേറെ സ്റ്റേ കൊടുക്കാനോ വേറെ ഒന്നിനും പറ്റിയല്ല. ഞങ്ങൾ ഇവിടുന്ന് അച്ഛൻ ആദ്യം കമ്മിറ്റിക്കാരും കൂടെ കോടതിയിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നേ, അവർ അനുവാദമൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ചെയ്താലേ നടക്കുള്ളൂ. പൊളിക്കരുതെന്ന് എവിടെയും സ്റ്റേ ഇല്ല, പൊളിക്കരുതെന്ന് സ്റ്റേ ഇല്ല. പള്ളി പണി ഒരു നടക്കാൻ പാടില്ല എന്നുള്ള സ്റ്റേയേ ഉള്ളൂ. അപ്പോൾ പള്ളി പണിയുന്നുണ്ടോ അത് പിന്നെയല്ലേ, ഏതായാലും പൊളിച്ചു. പക്ഷേ എൻ്റെ മനസ്സിന് സന്തോഷമായി. ഞാൻ ഇത്രയും സന്തോഷം എനിക്കുണ്ടായിട്ടില്ല. ഞാൻ എന്നാന്ന് വെച്ചാൽ നിങ്ങൾ 4 ദിവസം മുമ്പ് മീറ്റിംഗ് കൂടിയായിരുന്നു, നിങ്ങളുടെ KCWയുടെ മീറ്റിംഗ് കൂടി. ഇപ്പം പള്ളിക്കകത്ത് പോപ്പിന് വേണ്ടിയിട്ട് പ്രാർത്ഥന നടത്തി. ഞങ്ങൾ KCWക്കാർ തന്നെ ഇരുന്നു. അപ്പം ഞാൻ പോപ്പിനോട് പറഞ്ഞൊരൊറ്റ കാര്യമുള്ളൂ, എൻ്റെ പിതാവ് അങ്ങ് ചെന്ന് കഴിയുമ്പം ഞങ്ങളുടെ ഈ പള്ളിയുടെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് പോകുന്നതേ ഉള്ളൂ ഞാൻ. അത് 3 ദിവസം കൊണ്ട് എനിക്ക് സഫലമായി കിട്ടി. എനിക്കൊരു ഭയങ്കര ആഗ്രഹമായിരുന്നത് പൊളിക്കണമെന്ന്. അങ്ങനെ ഞാനൊരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു, അതെനിക്ക് സാധിച്ചു കിട്ടി. ഇനി എനിക്ക് വേറെ എന്തായാലും വേണ്ട, പള്ളി പണിതല്ലേലും ഒരു പ്രശ്നമില്ല. അങ്ങനെ സംഗതി റെഡിയായി, എല്ലാം തീർന്നു കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും വീടുകളിൽ പോന്നു. ഓക്കേ, താങ്ക് യു. ഇനി നിങ്ങൾ പറയുക, ദൈവാലയം എന്നിവന്മാർ വിളിക്കുന്ന ഈ കെട്ടിടത്തിൽ ദൈവം വസിക്കുന്നില്ലെന്ന് വിശ്വസിക്കുന്ന ഏകവർഗം ഈ പൂച്ചാണ്ടികളല്ലേ? പള്ളിപണിയും മരാമത്ത് പണികളും ഇവന്മാർക്ക് കോടികൾ അടിച്ചു മാറ്റുവാനുള്ള ഒരു മാർഗം മാത്രമല്ലേ? ഇതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് ഇവന്മാരുടെ പൈശാചിക കേന്ദ്രങ്ങൾ കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ തകർക്കപ്പെടും എന്ന്. അതിപ്പോൾ ഇവന്മാരായി തന്നെ തുടങ്ങി വെച്ചു എന്ന് മാത്രം. ഇത് സംബന്ധിച്ച് കൂടുതൽ വാർത്തകൾ പിന്നാലെ. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.